അടിച്ചുപോയി ഗൈസ്. അപ്പോൾ ആ കാര്യത്തിൽ തീരുമാനമായി. അതും അങ്ങനെ അടിച്ചുപോയി. അടിപൊളി, നല്ല സമയം. ഇപ്പോൾ ഇതാണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നതാണ്. നല്ല ചുമയാട്ടോ, അതുകൊണ്ട് പയ്യെ സംസാരിക്കുന്നത്. ചുമ കുറഞ്ഞു വരുന്നേ ഉള്ളൂ. ഞാൻ മൊത്തത്തിൽ സീനാണ്. പെങ്ങൾക്ക് പനി അടിച്ച് വീണ്ടും. പെങ്ങൾ തന്നെ റെസ്റ്റ്, പെങ്ങൾക്ക് പനി ഛർദി, അങ്ങനെ അവൾ റെസ്റ്റിലാണ്. അങ്ങനെ മൊത്തത്തിൽ നല്ല ടൈം അല്ലാന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഒരു കുഴപ്പമില്ലാതെ ഓടിക്കൊണ്ടിരുന്ന എൻ്റെ വാച്ച് അടിച്ചു പോയി ഗൈസ്. വാച്ച് അടിച്ച് നല്ല ടൈമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. മൊത്തത്തിൽ പ്രശ്നത്തിൽ പോകാണ്ടിരിക്കുകയാണ്. കൊച്ചിന് കുറഞ്ഞു വരുന്നുണ്ട്. ചിലപ്പോൾ നാളെ പോരാമായിരിക്കും. പനിയെല്ലാം കുറഞ്ഞു. അപ്പം നിങ്ങൾ പ്രാർത്ഥിച്ചതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന വീണ്ടും ഓർക്കാം നാളെ പോരാൻ വേണ്ടി. നാളെ പോരാൻ പറ്റില്ല, വീണ്ടും 3-4 ദിവസം കഴിഞ്ഞ് ഇനി വരാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ബാക്കി വിശേഷങ്ങൾ ഞാൻ പറയാം. എന്തായാലും എൻ്റെ സമയം. അപ്പോൾ നമ്മൾ നല്ല മെഡിക്കൽ കോളേജിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയ വഴിക്ക് എൻ്റെ വാച്ച് പഠിച്ചു പോയി. ചെറിയൊരു മിന്നലും ചീറ്റലും മാത്രമേ കണ്ടുള്ളൂ. വാച്ച് പഠിച്ചു പോയി. അത്ര നല്ല സമയമാണ്. തൊട്ടാലിപ്പോൾ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു കുഴപ്പമില്ലാതെ ഓടിക്കൊണ്ടിരുന്ന വാച്ചും അങ്ങനെ അടിച്ചു പോയി. അതേ കുറേ നേരം പണിത് നോക്കി, പോയെന്ന് മനസ്സിലായി. പിന്നെ ഇനി ഷോയ്ക്ക് വാച്ച് ഉണ്ടെന്നും പറഞ്ഞ് കെട്ടാം. കയ്യിലാകെ ഉണ്ടായിരുന്നു നല്ലൊരു വാച്ചാട്ടോ. ബാക്കിയെല്ലാം തന്നെ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു കാര്യത്തിനും തീരുമാനമായി എന്ന് തന്നെ പറയാം. പിന്നെ നമ്മൾ നമ്മുടെ കൊച്ചിൻ്റെ പേവാട എടുത്തേക്കുന്നത്. അവിടെ ചെന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തു. ഇവിടെ എല്ലാ വാർഡിൽ തന്നെ അവർ പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. എല്ലാവരും ക്രിസ്മസിനെ വരക്കാൻ വേണ്ടി നിൽക്കുവാണ്. കുഞ്ഞിൻ്റെ പനിയൊക്കെ കുറഞ്ഞു വരുന്നു. ചിലപ്പോൾ നാളെ പോരാമായിരിക്കും. പിന്നെ ആശുപത്രി നേരെ തിരിച്ചു വരുന്നു. വീട്ടിലെത്തി. ഇനിയുള്ള വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം എന്താണെന്നുള്ള കാര്യം.